ഹലോ അളിയന്മാരെ, വെൽക്കം ടു അനീഷ് സോളോ ബ്ലോഗ്. അപ്പോൾ വേറൊന്നുമല്ല, ചെറിയൊരു കാര്യം നമുക്ക് കാണാനായിട്ടാണ്. അപ്പോൾ വേറൊന്നുമല്ല, നമുക്ക് വഴിയെ പറയാം. ഹായ് ബ്യൂട്ടിഫുൾ പീപ്പിൾ. അപ്പോൾ അങ്ങനെ അളിയന്മാരെ, വേറൊന്നുമല്ല കാര്യം, ഞാനൊരു ചെറിയൊരു പൂച്ചക്കുട്ടീനെ മേടിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇതൊരു ഷോർട്ട് വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾ അതേപോലെ കണ്ടാൽ മതി. അപ്പോൾ ഇപ്പം നേരം വെളുത്ത് വരുന്നതേ ഉള്ളൂ, ജോലിയെല്ലാം കഴിഞ്ഞ് ടയേർഡായിട്ടൊക്കെ എല്ലാം വന്ന് ഒരു ദിവസം ബ്രേക്ക് കിട്ടി. അപ്പോൾ ഇന്നൊരു ദിവസം കൊണ്ട് അത് മേടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ നേരെ പോയി പെറ്റ് ഷോപ്പിൽ പോയി അതിനുള്ള അക്സസറീസും കാര്യങ്ങളും നമുക്ക് മേടിച്ചിട്ട് വരാം. അങ്ങനെ അളിയന്മാരെ, എല്ലാ സാധനങ്ങളും ഞാൻ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം മേടിച്ചത് ഈ ഒരു കൂടാണ്. ഞാൻ ആദ്യം എടുത്തുകൊണ്ട് വരാതിരുന്നത് ഈ ഒരു കേജിലായിരുന്നു. ഇത് ഞാൻ പണ്ട് ആംസ്റ്റർ വളർത്തുന്ന കേജായിരുന്നു. സോ ബ്യൂട്ടിഫുൾ അല്ലേ. എനിക്കിങ്ങനെ കുറേ പേരാണ് പെറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമായിട്ടുള്ള ഒരാളാണ് ഞാൻ. പൂച്ച, പട്ടി, പിന്നെ പാമ്പിനെയൊക്കെ വളർത്താനായിട്ടൊക്കെ ട്രൈ ചെയ്യുന്നുണ്ട്. പക്ഷേ വീട്ടുകാർ സമ്മതിക്കില്ല. ചെറിയ രീതിയിൽ സ്നേക്കൊക്കെ വളർത്താമെന്ന് വിചാരിച്ചു. ഇഗ്വാന അതിനെയൊക്കെ വളർത്തണം എന്നൊക്കെ കരുതി. പക്ഷേ അത് നല്ല എമൗണ്ടുമാണ്. പക്ഷേ മേടിച്ച് കഴിഞ്ഞാൽ ഭയങ്കര മെയിൻറ്റെയിനുമാണ്. പക്ഷേ വീട്ടുകാർക്ക് അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഇഷ്ടമല്ല. അപ്പോൾ ഞാൻ പറഞ്ഞ് റൂട്ട് തെറ്റിക്കല്ല. അപ്പോൾ ആ കേജായിട്ട് കൊണ്ടുവരാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ അത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ശരിയാവില്ല. കാരണം അത് കുട്ടിയാണ്. അതിന് ഇച്ചിരിയെങ്കിലും ഫ്രീഡായിട്ട് ഇത്രയും യാത്ര ചെയ്താണ് വരുന്നത്. ഞാൻ വേറൊരു ഇടത്തുനിന്നാണ് വരുത്തുന്നത്. അപ്പോൾ യാത്ര ചെയ്താണ് വരുന്നത്. അപ്പോൾ ഞാൻ എന്തായാലും വിചാരിച്ചു ഈ ഒരു പെട്ടി മേടിച്ചു. വേണ്ടേ, എല്ലാ പെറ്റ്സ് മേടിക്കുന്ന ആൾക്കാരുടെ കയ്യിലും കാണേണ്ടതാണ്. അപ്പോൾ ഇത് മേടിച്ചു. ഇതിൻ്റെ അകത്ത് കുറച്ച് സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് തന്നെ വേണ്ടി ഒരു ബ്രഷ് മേടിച്ചു. ഓക്കെ, നമുക്ക് അൺബോക്സിങ് ഡൂൾ പോലെ തുറക്കാം. യെസ്, അൺബോക്സിങ് ഡോട്ട്. അപ്പോൾ ഇതാണ് ബ്രഷ്. അപ്പോൾ ജട കെട്ടി കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടത് ഇതേപോലത്തെ സ്റ്റീൽ ഭാഗമുണ്ട്. സ്റ്റീൽ കൊണ്ടുള്ള കുറച്ചിത് ഇല്ല നോവില്ല. നമുക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ അവർക്കും ചെയ്യാൻ പറ്റും. പിന്നെ വേറൊരു കാര്യം, ഇതേപോലത്തെ അക്സസറീസ് നോക്കുമ്പോൾ ഇങ്ങനെയുള്ള മൂർച്ചയുള്ള ഭാഗം നോക്കുമ്പോൾ നമുക്കും കൂടെ എന്തെങ്കിലും ഡാമേജസ് വരുന്നുണ്ടോ നമ്മൾ. കാരണം പെറ്റ്സാണ്. അതിനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെന്ന് പറയണം, പാമ്പിടിച്ചതാണ്, വാ തുറന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ഇത് ഒക്കെ നോക്കിയും കണ്ടൊക്കെ മേടിക്കണം. ഇങ്ങനത്തെ അക്സസറീസൊക്കെ മേടിക്കുമ്പോൾ ഇല്ല ഒരു കുഴപ്പമില്ല, നൈസായിട്ട് തന്നെ പോകുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ജട കെട്ടി കഴിഞ്ഞാൽ ഇളക്കേണ്ട ഭാഗം. അത് കഴിഞ്ഞിട്ട് ബ്രഷ്, ലാസ്റ്റാണ് ബ്രഷ് ചെയ്യേണ്ടത്. ബ്രഷിനെ നമുക്കിങ്ങനെ ഒന്നും ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല. ഹാ എന്താ സുഖം. അപ്പോൾ ബ്രഷ് വാങ്ങി. പിന്നെ അടുത്തത് മേടിച്ചത് അവനെ ഇട്ടുകൊണ്ട് നടക്കാനുള്ള ലീഷും പിന്നെ ബോഡിക്ക് ഇടേണ്ട ഒരു ലീഷും കൂടെ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് വാങ്ങിയിട്ടുള്ളത്. നൈസ് മെറ്റീരിയൽ എന്ന് പറയാൻ പറ്റില്ല. ഏറ്റവും റേറ്റ് ഞാൻ വേറൊരു കടയിലാണ് പോയി മേടിച്ചത്. അവിടുത്തെ വച്ച് നോക്കുമ്പോൾ എനിക്ക് സാറ്റിസ്ഫൈഡ് അല്ല. കാരണം ഞാൻ എൻ്റെ മിക്കിക്ക് മേടിച്ചത് ഇതും വെച്ച് നോക്കി കഴിഞ്ഞാൽ സെയിം റേറ്റിനാണ് മേടിച്ചതെങ്കിലും ഇത് അത്ര ക്വാളിറ്റി ആയിട്ട് ഉള്ളതല്ല. ഓക്കെ, നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, ക്വാളിറ്റിയേ ഇല്ല ഈ സാധനത്തിന്. നേരെ മറിച്ച് ഇത് നോക്കിക്കഴിഞ്ഞാൽ നല്ല ഹാർഡ് ടൈപ്പാണ്. പെട്ടെന്നൊന്നും കംപ്ലൈൻ്റ് ആവില്ല. അപ്പോൾ പിന്നെന്താ പറയുക, നമ്മൾ ഇത് മേടിച്ചു. അപ്പോൾ ഇത് മേടിച്ചതിന് ശേഷം പിന്നെ സെപ്പറേറ്റ് ആയിട്ട് അതിന് കഴുത്തിൽ ഇടുന്ന വരില്ല. അപ്പോൾ ഇതിലൊരു ചിങ്ങണാമണി ഞാൻ ഉണ്ടായിരുന്നു, അത് എവിടെയോ പോയി. മേടിച്ചപ്പോൾ ഉണ്ടായിരുന്നു, പിന്നെ കാണാനില്ല. അപ്പോൾ ഇതും മേടിച്ചിട്ടുണ്ട്. അവൻ്റെ കഴുത്തിൽ കിടക്കട്ടെ എന്ന് വിചാരിച്ചു. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ ബാൻഡായിട്ട് യൂസ് കേട്ടോ. നൈസ്, ഇതേപോലത്തെ സാധനങ്ങൾ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ അതും വാങ്ങി. പിന്നെ മേടിച്ചത് എൻ്റെ വീട്ടിൽ ഒരു പെറ്റല്ല ഉള്ളത്, 2 പെറ്റാണുള്ളത്. ഇപ്പം മിക്കിയുണ്ട് പിന്നെ കുട്ടുമുണ്ട്. അപ്പോൾ ഇവരുടെ ദേഹത്തൊന്നും ഞാൻ മാക്സിമം ചെള്ള് കയറാനേ അനുവദിക്കാറില്ല. അപ്പോൾ ഞാൻ വന്നു കഴിഞ്ഞാൽ തന്നെ ഞാൻ കോമ്പ് ചെയ്യാനൊക്കെ വരും. പിന്നെ പേർഷ്യൻ ക്യാറ്റ് എന്ന് പറയുമ്പോൾ ഹൈബ്രിഡാണ്. ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള മിക്കീനെ പോലെയല്ല, ലോങ് കോട്ടല്ല, സ്മോൾ കോട്ടല്ല, ലോങ് കോട്ട് ടൈപ്പാണ്. അപ്പോൾ അതിനെ മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമായതുകൊണ്ട് തന്നെ ഒരു പൗഡർ മേടിച്ചു. ഈ പൗഡറിൽ വേറൊന്നുമല്ല, നല്ല മണമായിരിക്കും എന്ന് തോന്നുന്നു. യെസ്, അത് സന്തൂർ പൗഡർ എന്നൊക്കെ പറയില്ലേ, അതേപോലത്തെ പൗഡറാണ്. ഞാൻ മേടിച്ച ബ്രാൻഡ് എന്ന് പറയുന്നത് ഈ ബ്രാൻഡിൻ്റെ ഷാമ്പു തൊട്ട് എല്ലാ സാധനവും ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ അവരുടെ അടുത്ത് ചോദിച്ച് മേടിച്ചത്. ഈ ദേഹത്തുള്ള ചെള്ളും കാര്യങ്ങളൊക്കെ മാറാനുള്ള പൗഡർ വേണമെന്ന്.
ഞാൻ പിന്നെ ലിക്വിഡൊന്നും മേടിക്കാത്തത് വേറെ നല്ല ഇത് നക്കിക്കഴിഞ്ഞാൽ വല്ലതും പറ്റിയാലോ. അപ്പോൾ പൗഡറിൻ്റെ ഞാൻ അത്രയ്ക്ക് ഇത് നോക്കിയപ്പോൾ ഇതിന് യാതൊരു ഇതുമില്ല. എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമുക്ക് കമ്പനിയുടെ പേരിൽ തന്നെ കംപ്ലയിൻറ്റ് ചെയ്യാമെന്നോ ഉള്ളതാണ്. അപ്പോൾ ഇത് മേടിച്ചു. അപ്പോൾ ഞാൻ ബാക്കിയെല്ലാം സെറ്റ് ചെയ്ത് വെച്ചു. ആ പൂച്ചക്കുട്ടി വരുമ്പോഴേക്കും അതിന് ഒന്ന് വിശ്രമിക്കാനൊക്കെ. കാരണം എനിക്ക് പോകാൻ പറ്റില്ല. നാളെ എനിക്ക് രാവിലെ ഷൂട്ടുണ്ട്. അത് 6 മണിക്ക് തന്നെ ഞാൻ എണീറ്റ് പോവുകയും ചെയ്യും. അപ്പോൾ ഷൂട്ടും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് തന്നെ എനിക്ക് ആ പൂച്ചേനെ പിക്കപ്പ് ചെയ്യാൻ പറ്റില്ല. പകരം എൻ്റെ അച്ഛനും അമ്മയാണ് പിക്കപ്പ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ നോക്കിയപ്പോൾ കേജ് കാരണം കുട്ടിയാണ്. അപ്പോൾ ഓടി കളിക്കാനൊക്കെ ഒരു സ്ഥലവും വേണം. പിന്നെ എൻ്റെ മിക്കിക്ക് എന്ന് പറയുന്നത് സ്മോൾ കേജാണ്. അപ്പോൾ ഞാനൊരു കേജ് വാങ്ങി. അപ്പോൾ ഇത് 2 ഫീറ്റ് കേജാണ്. അപ്പോൾ ഞാൻ വെച്ച് നോക്കിയപ്പോൾ ഇപ്പോൾ എല്ലായിടത്തും ഞാൻ കുറേ കടകളിൽ കയറി ഇറങ്ങി റേറ്റ് ചോദിച്ച സാധനമാണ്. ഏകദേശം ഈ കേജിന് വരുന്നത് 1500 രൂപയുടെ കേജാണ്. 2 ഫീറ്റ് കേജാണ്. വേറൊരു 5 അടി എക്സ്ട്രാ ഉള്ളതിന് തന്നെ 2000 രൂപ 2000 സംതിങ് പറയുന്നുണ്ട്. അതെന്തിനാണെന്ന് അറിഞ്ഞൂടാ. 5 അടിക്ക് കൂടുതൽ കമ്പികളിൻ്റെ എണ്ണമൊന്നും അധികം കൂടുന്നൊന്നുമില്ല. കുറച്ച് കമ്പികളിൻ്റെ എണ്ണം കൂടെ ഉള്ളൂ. അതിനാണ് അവർ നല്ലൊരു എമൗണ്ട് പറഞ്ഞത്. അപ്പോൾ ഞാൻ ഇങ്ങനെ പോയി കുറേ എടുത്ത് ചോദിച്ചപ്പോഴേക്കും പിന്നെ ഞാനൊരു ജോലി ചെയ്തൊരു അക്വേറിയം ഉണ്ടായിരുന്നു. ഞാൻ എല്ലാ പണിക്കും പോകും. നമുക്ക് അതിൻ്റെ പണിയൊന്നുമില്ല, എല്ലാ പണിക്കും പോകും. അപ്പോൾ അവിടെ പോയി ചോദിച്ചപ്പോൾ അവിടെ എനിക്ക് നല്ല റേറ്റ് കുറച്ചാണ് തന്നത്. മാക്സിമം അവരെ കൊണ്ട് പറ്റുന്ന റേറ്റ് കുറച്ചും തന്നു. പിന്നെ അവർ ഹോൾസെയിൽ റേറ്റിങ്ങിനാണ് വിൽക്കുന്നത്. വേറെ ഒന്നുമല്ല. തിരുവനന്തപുരത്ത് ഏകദേശം ഉള്ളവർക്ക് എല്ലാ അക്വേറിയത്തിലും പെറ്റ്സ് ലവേഴ്സിനും ഏകദേശം അറിയാമെന്നുള്ളൊരു ഷോപ്പായിരിക്കും. 100% ഒരു 50% ആൾക്കാർക്ക് അറിയാം. KFC മീനമ്മാവൻ അക്വേറിയം. ഓക്കെ, KFC ആണ്. KFC അല്ല, KFCU. ഓക്കെ, സോറി തെറ്റിപ്പോയി. KFC മീനമ്മാവൻ അക്വേറിയം എന്നാണ്. ഇടയ്ക്ക് തീപിടുത്തമൊക്കെ നടന്നെന്ന് പറഞ്ഞുകൊണ്ട് പത്രത്തിലൊക്കെ ഉണ്ടായിരുന്നു. അവിടെ നിന്നാണ് ഈ കേജ് മേടിച്ചത്. അവിടുത്തെ മാമ എനിക്ക് നന്നായിട്ട് റേറ്റ് കുറച്ച് തന്നു. ഞാനിത് അവർ പൈസയൊന്നും തരുന്നില്ല. ഞാൻ അവിടെ ജോലി ചെയ്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്കൊരു ഉപകാരപ്പെടട്ടെ എന്നുള്ള രീതിയിലാണ് ഞാൻ ഇത് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ 2 ഫീറ്റിൻ്റെ ഇത്രയും വലിയ എനിക്ക് വരെ കയറി ഇതിൻ്റെ അകത്ത് ഇരിക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. വേറെ ഡോറ് വലുതാണെങ്കിൽ മാത്രമേ കയറി ഇരിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ പക്ഷെ നോക്കിക്കഴിഞ്ഞാൽ ഓക്കെയാണ്. ഇതാണ് എൻ്റെ ഇത്രയും തന്നെയുണ്ട്. അപ്പോൾ 2 ഫീറ്റ് കേജ് വാങ്ങി. ഇതേ 2 ഫീറ്റ് കേജ് തന്നെ ഞാൻ അവിടെ 5 അടി എക്സ്ട്രാ ഉള്ളതിന് ചോദിച്ചപ്പോഴേക്ക് ഏകദേശം 1500 അവിടെയും പറഞ്ഞ് ഇതിൻ്റെ റേറ്റ്. അപ്പോൾ അവിടെ എക്സ്ട്രാ ഒരു 500 രൂപ പോലും ആവുന്നില്ല. കൂടി പിന്നെ 300-400 രൂപ ആവുന്നതേ ഉള്ളൂ എക്സ്ട്രാ. ബാക്കിയുള്ള കടകളിലൊക്കെ എന്താണ് ഇങ്ങനെ വിൽക്കണമെന്ന് അറിഞ്ഞൂടാ. മാക്സിമം റേറ്റൊക്കെ കുറച്ച് സാധനങ്ങൾ വിൽക്കുക, അല്ലെങ്കിൽ ഹോൾസെയിൽ കടയിൽ നമ്മൾ പോയി മേടിക്കണം. അപ്പോൾ ഇത്രയും സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ നാളെ ഷൂട്ട് കഴിഞ്ഞ് വന്നതിന് ശേഷമേ പേഷ്യൻ കയറ്റ് നമുക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ എന്താണ് കാര്യങ്ങളൊക്കെ നമുക്ക് നാളെ കാണാം എന്തായാലും. അപ്പോൾ ഇപ്പം അത് ട്രാവലിങ് ആയതുകൊണ്ട് വന്നിരിക്കുകയാണ്. പെറ്റ്സ് നാളെ വരുമ്പോൾ ഇതാക്കാം. പിന്നെ ഈ പെറ്റ്സിനെ മേടിക്കാനായിട്ട് വേറെ ഇതൊന്നുമില്ല. ഇനിയും പെറ്റ്സുകൾ വരുന്നുണ്ട്. ഓക്കെ, എനിക്ക് തന്നെ ഈ ആംസ്റ്റർ കൂട് വെറുതെ ഇടുമ്പോൾ എനിക്കൊരു സങ്കടം. ആംസ്റ്റർ കൂടിന് അപ്പോൾ ഞാൻ മേടിച്ചു. ടൈമില്ല, ഇല്ലെങ്കിൽ മേടിക്കുക. കാരണം ആംസ്റ്ററിനെയൊക്കെ നോക്കണമെങ്കിൽ ഈ കൂടിൽ മിനിയേച്ചർ ആംസ്റ്ററേ ചേരുള്ളൂ. അപ്പോൾ ഈ മിനിയേച്ചർ ആംസ്റ്റർ ഇനി മേടിക്കണം. മേടിച്ചാലും അതിന് മെയിൻ്റെനൻസും കാര്യങ്ങളും കുറവ് നന്നായിട്ടുണ്ട്. കാര്യം വേറൊന്നുമില്ല, അതിൻ്റെ അകത്തുള്ള കുറച്ച് പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ മാറ്റണം ആഴ്ചയിൽ ഒരു 2 ദിവസമെങ്കിലും. പിന്നെ അതിൻ്റെ ഫുഡ് ടൈമിങ്. അപ്പോൾ ഞാൻ രാവിലെ എണീറ്റ് പോകും. ഇപ്പോഴേ എന്നെ കൊണ്ട് കൊടുക്കാൻ പറ്റില്ല പെറ്റ്സിനൊന്നും. അമ്മയച്ഛനും ഉള്ളതുകൊണ്ടാണ് ചെയ്യുന്നത്. അപ്പോഴേക്കും എന്താ പറയുക, നമുക്ക് നോക്കാനേ പറ്റുള്ളൂ. എനിക്ക് ടൈമുള്ളപ്പോൾ ഞാൻ വീട്ടിലുള്ളപ്പം ഞാനും അതിൻ്റെ പിറകിലൊക്കെ നിൽക്കാറുണ്ട്. പിന്നെ നിങ്ങൾ ചിലപ്പോൾ ചോദിക്കും, എൻ്റെ ചില വീഡിയോകൾ കണ്ടിട്ടുള്ളവർ ചോദിക്കും, നിനക്ക് ഇത്രയും പൈസ മുടക്കി ഇതിനൊക്കെ ചിലവാക്കാൻ പറ്റുമെങ്കിൽ നിൻ്റെ വീട്ടിലുള്ള പട്ടീനെ നിനക്ക് റെഡിയാക്കി കൂടെയെന്നു. അത് പറയണമെങ്കിൽ ഒരു കാര്യമുണ്ട്. ഞാൻ മാക്സിമം എൻ്റെ കുട്ടൂനെ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ കുട്ടൂനെ. അവരെ മാക്സിമം മെഡിസിൻസും കാര്യങ്ങളും എല്ലാം ഞാൻ അതിനെ നോക്കേണ്ട രീതിയിൽ നോക്കി. അടുത്ത് തന്നെ ഏകദേശം ആഴ്ചയിൽ 2 ദിവസം കൊണ്ടുപോകണം. ഒരു മാസത്തിൽ ഒരാഴ്ചയിൽ 2 ദിവസം ഞാൻ കൊണ്ടുപോയി. ഏകദേശം ഒരു നല്ലൊരു എമൗണ്ട് തന്നെ ഞാൻ കുട്ടൂന് വേണ്ടി പൊട്ടിച്ചു. ഓരോ ഇവിടെ ശരിയാവാത്തതുകൊണ്ട് പിന്നെ കുറേ നാൾ കഴിഞ്ഞ് ഈ ബില്ലും കാര്യങ്ങളും അതിൻ്റെ മെഡിസിൻസിൻ്റെ എല്ലാ കാര്യങ്ങളായിട്ട് അടുത്ത ഡോക്ടറിൻ്റെ അടുത്ത് കാണിക്കുമ്പോൾ അവർ ഇതാക്കും. പിന്നെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഒരു ഡോക്ടർ പറഞ്ഞു, മോനെ ഈ രോഗം റെഡിയാക്കാനേ പറ്റൂല.
കാരണം അവൻ്റെ ദേഹത്ത് ബ്ലഡിൽ അലിഞ്ഞ് ചേർന്ന കാര്യമാണ്. അതുകൊണ്ട് ബ്ലഡ് നമുക്ക് ഇത് കളഞ്ഞിട്ട് പുതിയത് കയറ്റാനായിട്ടുള്ള ചെയ്താലും അതിൽ കാണും പിന്നെ. അപ്പോൾ അതിൽ നമുക്ക് പ്രയോജനമില്ല. ഒന്നില്ലെങ്കിൽ ഇങ്ങനെ ഇട്ടിരിക്കാം. പക്ഷേ ഞാൻ വിചാരിച്ചു ഇങ്ങനെ ഇട്ടിരിക്കുമ്പോൾ വലിയ ഇതുണ്ടോയെന്ന് നോക്കിയപ്പോൾ വേറെ കൊല്ലേണ്ടതായിട്ടുള്ള ഒരു പ്രശ്നം അതിന് കാണില്ല. എന്ത് പറയുന്നത്, നമുക്ക് ഈ തലയിലൊക്കെ വരുന്ന പോലെ പേന്, താരൻ അങ്ങനെ വരുന്ന പോലെ ചൊറിഞ്ഞ് ഉള്ളൊരിത്, ആ ഒരു ഇത് മാത്രമാണോ. പക്ഷെ അവൻ ഇപ്പോഴും ചൊറിയാറില്ല. അവൻ്റെ ദേഹത്ത് ചൊറിച്ചിൽ വരുമ്പോൾ ഇടയ്ക്കൊന്ന് ചൊറിയും. പിന്നെ അവന് ഞാനുള്ളപ്പം ഞാനും എൻ്റെ വീട്ടുകാരൊക്കെ അവനെ നന്നായിട്ട് ശ്രദ്ധിക്കാറുണ്ട്. മെഡിസിൻസൊക്കെ കൊടുക്കുന്ന കൂട്ടത്തിൽ തന്നെ ഇപ്പോൾ മെഡിസിനൊക്കെ നിർത്തി. കാരണം വെറുതെ മെഡിസിൻസ് കൊടുത്ത് അതിന് വല്ലാതെ ആക്കണേക്കാട്ടി മെഡിസിൻ കൊടുക്കാതെ ഇരിക്കുന്നതാണെന്ന് എനിക്ക് നല്ലതെന്ന് തോന്നി. കാരണം മെഡിസിൻ കൊടുത്തിട്ട് പ്രയോജനമില്ല. അപ്പം മെഡിസിന് കൊടുക്കാതെ ഇപ്പം നല്ല രീതിയിൽ ഫുഡും കാര്യങ്ങളും കൊടുക്കുന്നുണ്ട്. അത് ഞാൻ എനിക്ക് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ എൻ്റെ അച്ഛനമ്മയും കൊടുക്കുന്നുണ്ട്. പിന്നെ അതിനൊക്കെ എൻ്റെ വീട്ടുകാർ സപ്പോർട്ടാണ് കേട്ടോ. പിന്നെ ഞാൻ വീട്ടിലുള്ളപ്പോഴും ഞാൻ അതിനെ നന്നായിട്ട് കോംബ് ചെയ്ത് അതിൻ്റെ ദേഹത്തുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് ക്ലീൻ ചെയ്തതിന് ശേഷം അവനെ കുളിപ്പിച്ച് സെറ്റാക്കിയിട്ടേ ഞാൻ വീട്ടിലിരിക്കണം. പിന്നെ അവൻ്റെ ദേഹത്ത് വേറെ ഇൻഫെക്ഷനൊന്നും വരാതിരിക്കാൻ തന്നെ ചിലപ്പോഴൊക്കെ ഈ ചൊറിച്ചിൽ നമ്മൾ അതിന് ചൊറിയുമ്പോൾ മുറിവൊക്കെ വരും. അപ്പോൾ ആ മുറിഞ്ഞ ഭാഗത്ത് നല്ല രീതിയിൽ കല്ലുപ്പിട്ട് തിളപ്പിച്ച വെള്ളം ഞാൻ വച്ചായിരിക്കും, ചൂടുവെള്ളം എന്ന് നമുക്ക് കുളിക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെ ചൂടുവെള്ളം വെച്ചിട്ട് കഴുകി വാഷ് ഔട്ട് ചെയ്തതിന് ശേഷം അവിടെ മുറിവൊക്കെ ഉണ്ടെങ്കിൽ അതിലൊക്കെ ക്ലീൻ ചെയ്ത് ഡെറ്റോളൊക്കെ ഇട്ട്, നമ്മുടെ ഡെറ്റോൾ തന്നെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അത് വെള്ളത്തിലിട്ട് കലക്കി നന്നായിട്ട് ക്ലീൻ ചെയ്ത് അവന് അസുഖം വരാത്ത രീതിയിൽ എല്ലാം ക്ലീൻ ചെയ്ത് ബ്രഷപ്പൊക്കെ ചെയ്തിട്ടായിരിക്കും ഞാൻ നടത്തിയിരിക്കുക. പിന്നെ അതിനായിട്ടുള്ള സോപ്പ്, ഡോഗ്സിന് സോപ്പുണ്ട്, ആ സോപ്പാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഷാമ്പു ഞാൻ യൂസ് ചെയ്യാൻ നിൽക്കാറില്ല. അത് എന്താ പറയണ, എനിക്ക് ബെനിഫിറ്റായിട്ട് തോന്നുന്നില്ല. എനിക്കല്ല, ഡോഗ്സിന് ബെനിഫിറ്റായിട്ട് തോന്നുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഷാമ്പു അടിക്കാതെ സോപ്പ് മേടിച്ചത്. അത് വെച്ച് ഞാൻ നന്നായിട്ട് വാഷ് ചെയ്ത് അവനെ ക്ലീൻ ചെയ്ത് ഡ്രൈ ആക്കിയിട്ടാണ് ഞാൻ നിർത്താറുള്ളൂ. പിന്നെ അതുകൊണ്ട് ആരും അവന് വേണ്ടി ചിലവാക്കിയില്ല. ഇതൊക്കെ ചിലവാക്കണ കൂട്ടത്തിലായ ഇതിൻ്റെ നേർപാതിയല്ല അതിലാവണം. അതൊരു കാര്യമില്ല ബ്രോ. എന്ത് പറയണത്, നമ്മൾ സ്നേഹിക്കുന്ന പെറ്റ്സിന് ഇങ്ങനെ വരുമ്പോൾ നമ്മൾ മാക്സിമം നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ചെയ്യും. അപ്പോൾ ഇത്രയുള്ള കാര്യങ്ങൾ. അപ്പോൾ നാളെയാണ് അടുത്ത പൂച്ച വരുന്നത്. ആ പൂച്ചക്കുട്ടിയുടെ വീഡിയോ എന്തായാലും അപ്പോൾ ഹൈപ്പർ ആക്റ്റീവ് ഇരിക്കുമെന്ന് തോന്നുന്നില്ല. കാരണം ഇത്രയും യാത്ര ചെയ്ത് ക്ഷീണിച്ച് ടയേർഡായിട്ടായിരിക്കും അത് വരുന്നത്. അപ്പോൾ ഇത് ഇവിടെ നിന്നല്ല പറഞ്ഞത്, കൊല്ലത്തു നിന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ പെറ്റ്സിന് ഡിസ്റ്റർബ് ഒന്നും ആവാതെ നമുക്ക് നോക്കാം, വീഡിയോസൊക്കെ എടുത്തിട്ട് അതെങ്ങനെയാണ് കാര്യങ്ങളൊക്കെ നോക്കാം. കാരണം പക്ഷേ എൻ്റെ ഇവിടുത്തെ മിക്കി വന്നിട്ട് ഭയങ്കര ഹൈപ്പർ ആക്റ്റീവാണ്. എൻ്റെ പൊന്നെ, എന്നെയൊക്കെ ചുമ്മാ കൈ ഇങ്ങനെ വയ്ക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ അവനെ ഇപ്പം പുറത്ത് എത്തിക്കുകയാണ്, ഇങ്ങനെ കൈയൊന്നും ആക്കാൻ പറ്റില്ല. അപ്പോൾ തന്നെ കയ്യിൽ കയറി കടിയും മാന്തുമാണ്. പക്ഷെ നമ്മളെ വേദനിപ്പിക്കില്ല, അതൊരു കളിയുടെ രീതിയിലാണ്. പിന്നെ ഓവറായിട്ട് കളിയുടെ എന്തെന്ന് പറയുക ഇതായിട്ട് മാറുമ്പോഴേക്ക് ഓവറാകുമ്പോൾ ചിലപ്പോൾ വല്ലപ്പോഴൊക്കെ മാന്തും കാര്യങ്ങളൊക്കെ കിട്ടാറുണ്ട്. അതത്രേ ഉള്ളൂ. എൻ്റെ ഈ ഫോണിൻ്റെ തന്നെ സ്ക്രീൻ കാർഡിൻ്റെ ഒരു സൈഡ് അവൻ കടിച്ച് പൊട്ടിച്ചിരിക്കുന്നു. അങ്ങനത്തെ ഒരു ടൈപ്പ് കുരിപ്പാണത്. അപ്പോൾ അതിനെയും കൂടെ ഒന്ന് ഒതുക്കാനായിട്ടാണ് അടുത്ത ഒരു ആൺതരീനെ തന്നെ ഞാൻ വരുത്തിയത്. അപ്പോൾ നമുക്ക് നോക്കാം, ഇനി നാളത്തെ വീഡിയോയിൽ ബാക്കി കാണാം. ഓക്കെ, ബ്ലപ്പ്. അങ്ങനെ അറിയാൻ ഷൂട്ടിംഗ് എല്ലാം കഴിഞ്ഞു. നമ്മളിപ്പോൾ കാറിൽ പോകുന്നത് ചേച്ചിയുടെ അമ്മയൊക്കെ അവിടെ നിൽക്കുകയാണ്. അപ്പോൾ നേരെ നമുക്ക് വീട്ടിൽ പോയിട്ട് ബാക്കി കാര്യങ്ങൾ നോക്കാം. കാരണം നമ്മൾ പറഞ്ഞിരുന്ന സാധനം അവിടെ എത്തിയിട്ടുണ്ട്. അത് ഭയങ്കര ഹൈപ്പർ ആക്റ്റീവായിട്ട് തോന്നുന്നു. അപ്പോൾ നമുക്ക് നേരെ നോക്കണം. ഓക്കെ, ഹലോ അളിയന്മാരെ. അപ്പോൾ അങ്ങനെ നമ്മുടെ കാത്തിരുന്ന പെറ്റ് എത്തി, ഏഷ്യൻ ക്യാറ്റ്. ഇവൻ ഇട്ടിരിക്കുന്ന പേര് ചാർലി എന്നാണ് ഞാൻ ഇപ്പോൾ ഇട്ടിരിക്കുന്നത്. എനിക്ക് ഭയങ്കര ഇണങ്ങിയിരിക്കുന്നതാണ്, വിട്ടാലും പോകില്ല, അത്രയ്ക്കാണ്. കുട്ടു, ഇപ്പം കുട്ടുവിനെയൊക്കെ പരിചയപ്പെടുത്തി കൊടുക്കണം. കുട്ടു വാ. അവ ഒന്നും ചെയ്യില്ല കേട്ടോ, വേണ്ട, അങ്ങനെ ഇരുന്നോളൂ. നമ്മൾ വളർത്തുന്ന ആരാണോ അവരൊന്നും ചെയ്യൂല. അങ്ങനത്തെ ഒരു മൈൻഡ് സ്വഭാവം ഉള്ളത് എനിക്ക് നല്ല പ്രയോജനമാണ്. വേണ്ടേ, അവൻ അങ്ങനെ ഇരുന്നോളൂ. പിന്നെ വേറൊരാൾക്ക് ഇവിടെ പിണങ്ങിയിരിക്കുകയാണ്, വേണ്ട മിക്കി.
പിണങ്ങിയിരിക്കുകയാണ്. കാരണം അവൻ്റെ രാജ്യമായിരുന്നു, അവൻ്റെ രാജ്യത്തിലോട്ടാണ് വേണ്ട ഈ പൊടിയനൊക്കെ എത്തിയിരിക്കുന്നത്. അവനല്ല, അവൾ. അപ്പോൾ മിക്കിയുടെ രാജ്യം പോയതുകൊണ്ട് വേണ്ട അവൾ സങ്കടത്തിൽ നിൽക്കുകയാണ്. അപ്പോൾ അതാണ്ട് നമ്മൾ കുട്ടൂന് അങ്ങനെയൊന്നുമില്ല, ആര് വന്നാലും ഓക്കെയാണ്. വേണ്ട അവൻ വരുമ്പോൾ ഒരു മണപ്പിച്ചൊക്കെ നോക്കും. ഇവരെ രണ്ടുപേരെയൊക്കെ ഒരുമിച്ച്, മിക്കീനെയും കുട്ടൂനെയൊക്കെ ഒരുമിച്ചാണ് ഇട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ അവന്മാരത് മിക്കിക്ക് ഇച്ചിരി കുടുംബമുണ്ടായിരുന്നു, അതുകൊണ്ട് ഇവനെ ചുമ്മാ ഇട്ട് മുഖത്തടിക്കാനൊക്കെ പോകും. അതിൻ്റെ പാടൊന്നുമല്ല, അവനെ അല്ലാതെയുള്ള അസുഖത്തിൻ്റെ ഇതാണ്. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. ഇതാണ്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവന്മാരുടെ കുണ്ടണി വീഡിയോസും കാര്യങ്ങളൊക്കെ ഇനി വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ നാളെ എനിക്ക് ജോലിയും കൂടി ഉണ്ട്. അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയ ഷോർട്ട് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ആ ബെല്ലൈക്കനും കൂടെ അടിച്ചേക്കുക. പിന്നെ എന്തെങ്കിലും ഞാൻ തെറ്റുകുറ്റങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ കാണിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിച്ചേക്കുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബ്ലൂ